നോമ്പ് ദൈവവിളിയും മടങ്ങിവരും. യോന പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യോന പ്രവാചകൻ ദൈവകൽപ്പന അനുസരിച്ച് നിനവേ നഗരത്തിൽ മാനസാന്തരത്തിനുള്ള ആഹ്വാനം നടത്തിയതിന്റെയും അതേ തുടർന്നുണ്ടായ മാനസാന്തരത്തിന്റെയും അനുസ്മരണമായാണ് ഈ നോമ്പ് ആചരിക്കുന്നത്. അനുതാപത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും ദൈവത്തോടടുത്തു വരാനാണ് 3 നോമ്പ് ആഹ്വാനം ചെയ്യുന്നത്. വലിയ നോമ്പിന്റെ ഒരുക്കമായി വേണം നാം 3 നോമ്പിനെ മനസ്സിലാക്കാൻ. അതുകൊണ്ട് 3 നോമ്പിനെ ചെറിയ നോമ്പ് എന്ന് വിളിച്ചു പോരുന്നു. സമാഗതമാകുന്ന വലിയ നോമ്പിനായി മനസ്സിനെയും ശരീരത്തെയും ഒരുക്കാൻ 3 നോമ്പ് മുഖാന്തരമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് യോന പ്രവചനം 3-ാം അധ്യായമാണ് നാം വായിക്കുന്നത്. യോനയ്ക്ക് വീണ്ടും ഉണ്ടാകുന്ന അരുളപ്പാടും നിനവേ നിവാസികളോടുള്ള അവന്റെ സന്ദേശവും അവരുടെ ഉപവാസവും മാനസാന്തരവും ദൈവവിധിയുടെ പുനഃപരിശോധനയുമാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. 3 ചിന്തകൾ ഇതിനെ അടിസ്ഥാനമാക്കി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, സൃഷ്ടിയുടെ മാനസാന്തരത്തിനായി നിരന്തരം ആഗ്രഹിക്കുന്ന ദൈവം. മാനസാന്തരം അത് സാധ്യമല്ലെന്ന് നാം കരുതുന്നവർക്കും സാധ്യമാകുമെന്നും ആരും ദൈവത്തിന്റെ കരുണയ്ക്കും സ്നേഹത്തിനും അകലെയല്ല എന്നും ഈ നോമ്പിൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തോട് അടുത്തു വരുന്നവരിലേക്ക് ദൈവം അടുത്തു വരും. ദൈവം മുൻപാകെ വിനയപ്പെടുന്നവർക്ക് ദൈവസ്നേഹത്തിന്റെ നന്മ അനുഭവിപ്പാൻ സാധിക്കും. ഈ അധ്യായത്തിലെ പ്രാരംഭ വാക്കുകളിൽ നിയോഗത്തിൽ നിന്ന് അകന്നു പോകുന്ന യോനയെ ദൈവം പൂർണ്ണമായി റീബൂട്ട് ചെയ്യുന്നു. അവന് ഒരു 2-ാം ഊഴം ലഭിക്കുന്നു. അവന് മാത്രമല്ല, പിന്നീട് അവന്റെ സന്ദേശം കേട്ട നിനവേക്കാർക്കും അത് ലഭിക്കുന്നു. ദൈവം യോനയ്ക്ക് നൽകിയ ജോലി വിവരണം വ്യക്തമാണ്. ന്യായവിധി വിളിച്ചു പറയുക. 3 ദിവസത്തെ വഴിയുള്ള അതിമഹത്തായ നിനവേ നഗരത്തിൽ കടന്ന് യോന ആദ്യം 1 ദിവസത്തെ വഴി ചെന്ന് പ്രസംഗിക്കുന്നു. അവന്റെ പ്രസംഗം ഏറെ വാചാലമല്ല, അത് ഏതാനും വാക്കുകൾ മാത്രം. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാക്കും. അവർ എങ്ങനെ പശ്ചാത്തപിക്കണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ ഒരു പരാമർശവുമില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ അവൻ പറയുന്നില്ല. കേവലം ഒരു ന്യായവിധി അറിയിക്കുക മാത്രം. എന്നാൽ ആദ്യ ദിവസം തന്നെ സംഭവിക്കുന്നത് ഒരു അത്ഭുതമാണ്. അവർ ദൈവ സന്ദേശം സ്വീകരിച്ചു. രണ്ടാമതായി, ദൈവിക അരുളപ്പാട് സ്വീകരിച്ച് രൂപാന്തരപ്പെടാനുള്ള വിനയം. നിനവേലെ ജനങ്ങൾ ദൈവത്തെയും യോനയെയും വിശ്വസിച്ചതായി നാം വായിക്കുന്നു. 3-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് സൂക്ഷ്മമായി പറയുന്നു. ഇവിടെ നാം കാണുന്നത് ആന്തരിക വിലാപവും ബാഹ്യമായ മാറ്റവുമാണ്. നിനവേക്കാർ ദുഷിച്ച വഴികളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു. അവിടുത്തെ രാജാക്കന്മാരും സൈന്യങ്ങളും രക്തദാഹികളും യുദ്ധക്കൊതിയന്മാരും ക്രൂരരുമായിരുന്നു. എന്നിട്ടും യോനയ്ക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത് അവർ ചെയ്യുന്നു. രാജാവ് ഉൾപ്പെടെ മനുഷ്യരും മൃഗങ്ങളും അനുതപിച്ച് ഉപവസിക്കുന്നു. ഇത് താഴ്മയുടെയും പ്രത്യാശയുടെയും ഗൗരവമായ പ്രതികരണമായിരുന്നു. ദൈവം അവന്റെ മനസ്സ് മാറ്റിയാലോ? ഇതാണ് നിനവേക്കാരുടെ പ്രതീക്ഷ. ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നതിലൂടെ നിനവേ യഥാർത്ഥ പുനഃസ്ഥാപനമാണ് തേടുന്നത്. ദൈവം കാണുകയും അവന്റെ മനസ്സ് മാറ്റുകയും ചെയ്യുന്നു. അവരെ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുന്നു. മാനസാന്തരം ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ലക്ഷ്യമായിരുന്നു. ഉപവാസം സത്യവും നീതിയും നിറഞ്ഞതായിരിക്കണമെന്നും അതിനെ എളിമയോട് സമീപിക്കണമെന്നും യഥാർത്ഥ ഉപവാസം വലിയൊരു നിധിയാണെന്നും നാം അറിയണം. മാനസാന്തരം ദൈവത്തിന്റെ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ലക്ഷ്യമായിരുന്നു. ഉപവാസം സത്യവും നീതിയും നിറഞ്ഞതായിരിക്കണമെന്നും അതിനെ എളിമയോട് സമീപിക്കണമെന്നും യഥാർത്ഥ ഉപവാസം വലിയൊരു നിധിയാണെന്നും നാം അറിയണം. മൂന്നാമതായി, ദൈവസന്നിധിയിലേക്ക് തിരിയുവാൻ പ്രേരിപ്പിക്കുന്ന നോമ്പ്. ദൈവത്തിങ്കിലേക്ക് തിരികെ വരാനായി ശരിയായ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമാണ് നോമ്പുകാലം. നിനവേലെ നിവാസികൾ അനുതപിക്കുകയും അവരുടെ എല്ലാ ദുഷ്പ്രവൃത്തികളും ഉപേക്ഷിക്കുകയും ചെയ്തു. നാമും ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നോമ്പുകാലം ആചരിക്കുന്നു. എന്നാൽ
നമ്മുടെ ജീവിതശൈലിയിൽ സമൂലമായ ഒരു മാറ്റം വരുത്തുവാൻ നമുക്ക് കഴിയുന്നു. നമ്മുടെ പഴയ ജീവിതശൈലിയിലേക്ക് മടങ്ങുവാനല്ല നോമ്പ്. ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം. ഒരിക്കൽ വലിച്ചെറിഞ്ഞ മുഷിഞ്ഞ തുണി വീണ്ടും ധരിക്കരുത്. നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കി ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ചാണോ ചരിക്കുന്നത് എന്ന് ശോധന നടത്തേണ്ട സമയമാണിത്. ദൈവഹിതത്തിന് വിരോധമായാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് വരണം. ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ദൈവത്തെ പ്രവേശിപ്പിക്കാനും അവന്റെ സാന്നിധ്യത്തിൽ രൂപാന്തരം അനുഭവിക്കാനുമുള്ള കാലയളവാണ് നോമ്പുകാലം. തിന്മയെ ഉപേക്ഷിക്കുക, ദൈവത്തിങ്കിലേക്ക് തിരിയുക, മറ്റുള്ളവരുമായി രമ്യപ്പെടുക, പ്രകൃതിയുമായി സഹവർത്തിത്വം ഉണ്ടാക്കുക, പാപത്തിൽ നിന്ന് ദൈവമക്കൾ എന്ന പദവിയിലേക്കും നിരാശയിൽ നിന്നും പ്രതീക്ഷയിലേക്കും വിദ്വേഷത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും അനീതിയിൽ നിന്ന് നീതിയിലേക്കും അഹന്തയിൽ നിന്ന് എളിമയിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും പ്രവേശിക്കുവാനാണ് നോമ്പുകാലം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചില്ലെങ്കിൽ നോമ്പ് കൊണ്ട് കാര്യമില്ല. യോനെ പോലെ സഭയെന്ന നിലയിൽ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നത് സ്വയത്തിനു വേണ്ടിയല്ല, മാനസാന്തരം നമ്മിൽ നിന്ന് ആരംഭിക്കണം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അനുതാപത്തിനും മാനസാന്തരത്തിനും കാരണമായി തീരും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളിൽ മാനസാന്തരവും പുതുക്കവും നൽകി നിന്നിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ നിന്റെ സ്നേഹത്താൽ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.